കളിയാട്ടം. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം കിടിലം മത്സരം വെച്ചാൽ കിടിലം മത്സരം. അറ്റാക്കിങ്, ഡിഫൻസ്, ഗോളി, 2 ഗോളിയും സൂപ്പർ ഗോളി, സേവ്, വാട്ട് എ മാച്ച്. അങ്ങനെ 4-2 ഇംഗ്ലണ്ട് ആ കളി ജയിച്ചു. ഇംഗ്ലണ്ടാണ് ഹാരി കെയിനെ മുൻനിർത്തിയാണ് കളി ഇറങ്ങിയത്. ക്രൊയേഷ്യ ആണെങ്കിൽ 3 സ്ട്രൈക്കറാണ്, പാസിലിക്ക, മൂസ, ബട്ടൂറിന്. അപ്പോൾ കളി തുടങ്ങി 12-ാം മിനിറ്റിൽ ഹാരി കെയിൻ ഒരു പെനാൽറ്റി കിട്ടി, അതിൽ ഗോളാക്കി. അങ്ങനെ ഇംഗ്ലണ്ട് മുന്നിലെത്തി. 36-ാം മിനിറ്റിൽ ബട്ടൂറിനെ ഗോളിൽ ക്രൊയേഷ്യ മുന്നിലെത്തി. പിന്നെ 42-ാമത്തെ മിനിറ്റിൽ ഒരു ഉഗ്രൻ ഹെഡിലൂടെ ഹാരി കെയിൻ വീണ്ടും 2ാമതൊരു ഗോൾ നേടി. 45-ാം മിനിറ്റിൽ മൂസയുടെ ഗോളിൽ ക്രൊയേഷ്യ വീണ്ടും സമനിലയിൽ. സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ 47-ാം മിനിറ്റ് ബെല്ലിഹാമിൻ്റെ ഗോളിൽ ഇംഗ്ലണ്ട് വീണ്ടും ലീഡ് നേടി 3-2. 85-ാം മിനിറ്റ് റാഷ്ഫോർഡ് ഉഗ്രൻ ഷോട്ട്, വാട്ട് എ ഷോട്ട് റാഷ്ഫോർഡ്. അങ്ങനെ ഇംഗ്ലണ്ട് 4-2 മുന്നേറ്റി. പിന്നെ കളിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഷോട്ട്സ് 20 ഇംഗ്ലണ്ടാണ്, ക്രൊയേഷ്യ 11. പാസിലാണെങ്കിൽ ഇംഗ്ലണ്ടാണ് ടോപ്പ് മുന്നേണ്ട് 494, 474. ഷോട്ട് ഓൺ ടാർഗറ്റിലാണെങ്കിൽ ഇംഗ്ലണ്ട് 11, ക്രൊയേഷ്യ 5. പിന്നെ 2 ഗോളി, പിക്ഫോർഡും ലിവക്കോവിക്, 2 ഗോളി അത്യുഗ്രൻ സേവായിരുന്നു, കിടിലൻ സേവായിരുന്നു. 2 കട്ടായി കളിയായിരുന്നു, 2 കിടിലൻ സേവായിരുന്നു. എന്തായാലും ഇംഗ്ലണ്ടിന് ഈ വർഷം നമ്മൾ എല്ലാ വർഷവും പോലെ ഇംഗ്ലണ്ട് ഈ ക്വാർട്ടർ, സെമി അങ്ങനെയൊക്കെയാണ് പുറത്താണ്. പക്ഷേ ഇംഗ്ലണ്ട് ഇപ്രാവശ്യം കുറച്ചുകൂടെ സ്ട്രോങ് ആയിരിക്കും. എന്തായാലും ക്രൊയേഷ്യയുടെ കളി ഇംഗ്ലണ്ട് അറ്റാക്കിങ്, ഒരു രക്ഷയില്ലാത്ത അറ്റാക്കിങ്, ഡിഫൻഡിങ്, ഗോളി സേവിങ്, വൺ ഓഫ് ദി ബെസ്റ്റ് മാച്ച്. ഈ പറഞ്ഞ ജപ്പാൻ ഹോളണ്ട് മത്സരം ശേഷം കണ്ടല്ല ഏറ്റവും മികച്ച മത്സരം എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരമായിരുന്നു. അപ്പോൾ കളിയിലെ കൂടുതൽ വിശേഷമായി നമുക്ക് വീണ്ടും കാണാം.